അപ്പൊ ഇത് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഫിറോസ് ഖാൻ ആണ്. ഹായ് ഫിറോസ് ഖാൻ. ഹായ്. എവനായിരുന്നു ഞാൻ കരുതി വല്ല മാന്യന്മാരുമായിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കാടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പുള്ളിയുടെ എക്സ്പീരിയൻസ് മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ട. എനിക്കും കുറേശ്ശെ ഇഷ്ടമാണ്. ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ഇപ്പോൾ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. ആ, കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്, അതിനവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ദൈവമേ ഇവിടുന്ന് നാശമാക്കും. അയ്യേ, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും. നട്ടലില്ലാതെ നട്ടല് വിളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒരു പക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നീചമായ പ്രവൃത്തിയിൽ ഒരാളെ ഏർലി മോർണിംഗിന് റോഡിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് റോഡിൽ ഇറക്കി വിടുക, നല്ലൊരു ഷയലൊക്കെ ഇട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ഉരിപ്പിച്ച് വിടുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.